ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് ഒരു വർക്ക് വ്ലോഗ് ആയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ വർക്കിംഗ് സ്പേസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നീറ്റായിട്ടുള്ള വർക്കിംഗ് സ്പേസിൽ വർക്ക് ചെയ്യാൻ തന്നെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ചധികം വർക്കൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. ഇത് ഞാൻ തലേന്ന് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോ ആയിരുന്നു. അപ്പോൾ അതൊക്കെ പ്രിൻ്റ് ചെയ്തു. പിന്നെ പുതുതായി വന്നിട്ടുള്ള ഓർഡേഴ്സും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാനിങ്ങനെ ഒരു ബുക്കിൽ എഴുതി വെക്കാറാട്ടോ പതിവ്. അപ്പോൾ ഞാനിങ്ങനെ എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ ബ്രദറിലോ ആണ്. അവന് പ്രിൻ്ററിൽ നിന്ന് വരുന്ന ഷീറ്റൊക്കെ ഇങ്ങനെ എടുത്ത് തരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. അങ്ങനെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാൻവയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാണ്. കുറച്ച് ഫോട്ടോ ഫ്രെയിമിൻ്റെ ഓർഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇയാളൊന്ന് എണീച്ചിട്ടോ, എൻ്റെ മോനാണ്. പിന്നെ ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. രാവിലെ തൊട്ട് തുടങ്ങിയ മഴയാണ്. അങ്ങനെ ഞാൻ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഒന്ന് പ്രിൻ്റ് ചെയ്യാണ്. പിന്നെ ഫോട്ടോസൊക്കെ കട്ട് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു കട്ടിങ് മെഷീനാണ്. അങ്ങനെ ഓരോന്നായിട്ട് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഒരു ഹാമ്പറിൻ്റെ വർക്കാണ്. അപ്പോൾ ഏറ്റവും താഴെയുള്ള ഈ ഒരു ഹാമ്പറില്ലേ, അതിലാട്ടോ വർക്ക് ചെയ്യാനുള്ളത്. ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് കേട്ടോ. ഒരു ഹസ്ബൻഡ് വൈഫിന് കൊടുക്കുന്ന ഒരു ബോക്സാണ്. അപ്പോൾ ഇതിൽ ഇവർ ഓർഡർ ചെയ്തത് 499 ഒരു ഫ്രെയിം കോംബോ ഉണ്ട്. അതും ബാക്കി കുറച്ച് ഐറ്റംസ് ഉണ്ട്, അത് ഞാൻ വഴിയെ കാണിക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് A4 ഫ്രെയിം ഒന്ന് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ ഞാൻ ഓൾറെഡി എഡിറ്റൊക്കെ ചെയ്ത് സെറ്റൊക്കെ ചെയ്ത് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. അങ്ങനെ A4 ഫ്രെയിമിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. കുറേ ഫോട്ടോസ് കൊളാജ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് A4 ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാണ് A5. ഇത് അവർ മോഡൽ അയച്ചു തന്നിട്ട് ഞാൻ പ്രിൻ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ മിനി ഫ്രെയിം. അങ്ങനെ ഇനി ബോക്സിലേക്ക് ഓരോ ഐറ്റംസൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബോക്സിൽ പിന്നെ സ്വീറ്റ്സ് ആയിട്ട് അവർ ഡയറി മിൽക്കിൻ്റെ കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ ഒരു 200 രൂപയ്ക്ക് കുറച്ച് സാധാ നോർമൽ മിഠായി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോക്സിൽ ഒരു ഇയറിങ്സും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് ആ ഫ്രെയിമിൻ്റെ ഏറ്റവും താഴെയായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ബോക്സിൻ്റെ മേലെ ഈ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോപ്പർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഫെവിക്കോൾ വെച്ചിട്ടാണ് ഞാൻ ഇത് ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയി. കസ്റ്റമർക്ക് അതിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ അയച്ചു കൊടുത്തു. ഒക്കെ രാത്രി തന്നെ കേട്ടോ ചെയ്തത്. അടുത്തതായിട്ട് വേറൊരു കസ്റ്റമർക്കുള്ള ഓർഡറാണ്. ഇത് 499 ഒരു കോംബോ ആണ്. 3 ഫ്രെയിം വരുന്ന ഒരു കോംബോ. A4 A5 മിനി ഫ്രെയിം. ഇത് ഞാൻ ഓൾറെഡി ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതാണ് സൗണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതിൽ കേൾക്കാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ വർക്കൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒന്ന് ബ്രേക്ക് എടുത്തതാണ് കേട്ടോ. അങ്ങനെ മോൻ്റെ അടുത്ത് കുറച്ച് നേരം കളിച്ചിരുന്നു. പിന്നെ എനിക്ക് കുറേ ഓർഡേഴ്സൊക്കെ വരുമ്പോൾ ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആളെ ഓഫീസ് വർക്കൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്കൊരു A3ൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരുപാട് ഫോട്ടോ കൊളാജ് ചെയ്തിട്ടുള്ള ഒരു മോഡലായിരുന്നു കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഹസ്ബൻഡ് എല്ലാം സെറ്റ് ചെയ്തു. ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അങ്ങനെ അവരെ വർക്കിൻ്റെ പാക്കിംഗ് സെക്ഷനാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാക്ക് ചെയ്യുമ്പം ഇതുപോലുള്ള ബബിൾ റാപ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സേഫായിട്ട് അവിടേക്ക് എത്തിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ക്ലിങ് ഫിലിൻ ടാപ്പ് കൊണ്ട് നല്ലോണം ഒന്ന് ചുറ്റി കഴിഞ്ഞതിന് ശേഷം ബബിൾ റാപ്പും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല സേഫായിട്ട് കസ്റ്റമർക്ക് കിട്ടിക്കോളും. അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഈ ഒരു ഹാമ്പർ വർക്കാണ്. ഇതിലുള്ള ഈ വാച്ചില്ലേ, ഇതിൻ്റെ കസിൻ്റെ ഷോപ്പിലേക്ക് കസ്റ്റമർ ഡയറക്റ്റ് ഓർഡർ ചെയ്തതായിരുന്നു ഈ വാച്ച്. അപ്പോൾ കസിന് ഒരു ഷോപ്പ് അടച്ച് ഒരു 10:30 ഈ വാച്ച് നമ്മളെ കയ്യിൽ കിട്ടാൻ. അപ്പോൾ അതിന് ശേഷം തുടങ്ങിയ വർക്കാണ് കേട്ടോ ഇത്. ബോക്സൊക്കെ പിന്നെ ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള ഒരു പ്രിപ്പറേഷനിലാണിത്. ഫർ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്, ഫോട്ടോയിലൊരു ഭംഗി അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചു. പിന്നെ ഈ ഒരു കേജ് ഉണ്ട് എൻ്റെ അടുത്ത്, അതിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ കുത്തി നിറച്ച് വെച്ചു. അതിങ്ങനെ ഏത് ആംഗിളിലാണ് ഫോട്ടോ എടുത്താൽ ഭംഗി ഉണ്ടാവുക ആ രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വെച്ചു കൊടുത്തു. കാരണം കസ്റ്റമർക്ക് അതിൻ്റെ വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ കസ്റ്റമർ വന്ന് എടുത്ത് കൊണ്ടുപോകും. അപ്പോൾ ആ ഒരു സമയത്ത് എന്തായാലും എടുത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതാണ് കേട്ടോ ഈ രാത്രി തന്നെ വീഡിയോ എടുക്കുന്നത്. പിന്നെ വാച്ചിൻ്റെ ആ ഒരു ബോക്സ് ഞാനൊരു റാപ്പിംഗ് ഷീറ്റ് വെച്ചിട്ട് കവറൊക്കെ ചെയ്തു. അങ്ങനെ നാളെ അയക്കേണ്ട വർക്ക്സൊക്കെ പാക്ക് ചെയ്തു, അഡ്രസ്സൊക്കെ ഒട്ടിച്ച് വെച്ചു. ഒക്കെ കഴിഞ്ഞു. ഭയങ്കര ടയർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ വർക്ക് ഞാനിവിടെ നിർത്തുകയാണ് കേട്ടോ. അങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. സമയം കണ്ടില്ലേ, രാത്രി 2 മണി. അത്രയും സമയമായി ഇന്നത്തെ വർക്ക് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.